അപ്പൊ പ്രിയമുള്ളവരെ, കൽപ്പഞ്ചേരി നാട്ടുചന്തയിൽ നിന്നൊരു കാഴ്ചയായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ ഒരു സ്പെഷ്യൽ കച്ചവടം ഉണ്ട്. എന്തായാലും കൽപ്പഞ്ചേരി നാട്ടുചന്തയിൽ പുതിയതായിട്ട് വരുന്ന കച്ചവടങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താറുണ്ട്. അപ്പൊ ഇതാണ് എത്ര സമയം? അര മണിക്കൂർ 20 to 30 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. 20 to 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അതിനെ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് കൽപ്പഞ്ചേരി നാട്ടുചന്തയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എവിടെ നമുക്ക് അങ്ങനെ സാധനം അരമണിക്കൂർ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റൂല. കാരണം നമുക്ക് മസാല ഉണ്ടാക്കാൻ തന്നെ എന്ത് ചെയ്യും, അത് കൂടുതൽ സമയം എടുക്കും. നിങ്ങൾ എവിടെയാണ് കറക്റ്റ് വീട്? എവിടെ? നമ്മൾ തിരൂരാണ് നമ്മളുള്ളത്. തിരൂരാണ്. നമ്മൾ നേരത്തെ ചോദിച്ചു, പ്രവാസിയാണ്. പ്രവാസിയാണ്. നമ്മൾ ഒരുപാട് കാലം പ്രവാസിയാണ്. ദുബായിലുണ്ടായിരുന്നു, ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ആശയം ആഫ്രിക്കയിലൊക്കെ പോയിട്ടുണ്ട്. ആഫ്രിക്കയിലുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ എല്ലാവരും ബിരിയാണി. ആഫ്രിക്കയിൽ നമ്മൾ അവിടെ പോയപ്പോ അവിടുത്തെ കറുത്തവർക്കാരുള്ള അവരും ബിരിയാണി എടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ പോയപ്പോ തലശ്ശേരിക്കാരുടെ ഹോട്ടലുണ്ട്. അവിടെ ആ ഹോട്ടലിലും നന്നായിട്ട് കൂടുതൽ ബിരിയാണി കഴിക്കുന്നത് ആഫ്രിക്കക്കാരാണ്, നമ്മളെക്കാളും കൂടുതൽ. അപ്പൊ ബിരിയാണിക്ക് എല്ലായിടത്തും ലവേഴ്സ് ആണ്. സാമ്പിൾ നമ്മൾ ഇവിടെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പിൾ ബിരിയാണി നമ്മൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ട്, ഇങ്ങനെ ബിരിയാണി ആവോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിരിയാണി ആളുകൾക്ക് സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പിൾ കൊടുക്കും. ബിരിയാണി ആളുകൾക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. അതിന്റെ സ്മെല്ല് വെള്ളമുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. അതെന്നെ പറഞ്ഞത്. കുറച്ച് അപ്പുറത്ത് പോയാൽ 150 റുപ്യക്ക് കവറൊക്കെ മാറ്റി കൊടുക്കുന്നുള്ളിൽ നമ്മള് ഒരു റൗണ്ട് ഫിഗർ ആക്കി ബുക്കാണ്. ഇതും പ്രവാസിയുള്ളോ? ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ബിരിയാണി ടേസ്റ്റ് നോക്ക് റസാക്ക്. എങ്ങണ്ട് ഇദ്ദേഹം പ്രവാസിയായിരുന്നു എന്നെ പോലെ. അപ്പൊ പ്രവാസിയൊക്കെ മതിയാക്കിയിട്ട് പുതിയൊരു സംവിധാനമായിട്ട് വന്ന, ഒരു പുതിയ ആശയമായിട്ട് വന്ന. അപ്പൊ വളരെ അരമണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലെ കുടുംബിനികൾക്കൊക്കെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടെന്നാണ്. എന്തായാലും നമ്മളെ കൽപ്പഞ്ചേരി നാട്ടുചന്തയിൽ ഇങ്ങനെ ഒരു പുതിയ കാഴ്ച വരുമ്പോ അതൊന്ന് പരിചയപ്പെടുത്താൻ തരും. അപ്പൊ സംഭവം ഒക്കെ ആണല്ലേ. ഈ മസാല വേറെ ഒരു പച്ചക്കറി ഇല്ല, ഇതില് ഉള്ളിയും തക്കാളി ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. ഒന്നും ചേർക്കണ്ട. ഇതും ഇറച്ചി അരി മാത്രം. പിന്നെ കുറച്ച് തൈര് അല്ലേ? തൈര് നമ്മൾ ചേർക്കണം അഡീഷണൽ ആയിട്ട്, കാരണം അത് ഡാമേജ് ആയി പോയിട്ടാണ്. അപ്പൊ ഇതാണ് നെയ്ഹ എന്നാണ് പേരിട്ട. അപ്പൊ ഇവരെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ താല്പര്യമുള്ള പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സൗകര്യത്തിന് വേണ്ടി സ്ക്രീനിൽ ഞാൻ എന്ത് ചെയ്യും, ഇവരെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്പർ അല്ലേ, 9946732222. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, എങ്ങനെയുണ്ട്? സത്യത്തിൽ എങ്ങനെയുണ്ട്? ബിരിയാണി ഒക്കെ ഉണ്ടോ? വീട്ടിൽ ബിരിയാണി വെക്കാറുണ്ടോ? ആ ബിരിയാണി ഒക്കെ മസാല ഒക്കെ സെറ്റ് ആക്കലല്ലേ. അപ്പൊ ഇതിന്റെ ഗുണം എന്താ മനസ്സിലാ? ഇതിന്റെ ഗുണം എന്ന് വെച്ചാല് 1 കിലോ ബിരിയാണിക്ക് ഈ മസാല മാത്രം ചേർത്താൽ മതി. അതിലേക്ക് അഡീഷണൽ ചേർക്കേണ്ട തൈര് മാത്രം. അപ്പൊ ഓക്കെ, അപ്പൊ ബിരിയാണി സൂപ്പറാണ്. അപ്പൊ അത് ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, വെറുതെ ആളും ബിരിയാണി. സാമ്പിൾ ആൾക്കാർ കൂടി കേട്ടോ, ചന്തയിലെ ആള് കൂടി ഇവരെ ബിരിയാണിക്ക്. തക്കാളി അറിയണ്ട, വെളുത്തുള്ളി അറിയണ്ട, മുളക് അറിയണ്ട, ഇഞ്ചി അരക്കണ്ട, ഓയിൽ വേണ്ട. അരമണിക്കൂർ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാട്ട. വെറും അരമണിക്കൂർ ബിരിയാണി ഉണ്ടാക്കാം. നെയ്ഹ ബിരിയാണി മാജിക് മസാലയാണ്. അരമണിക്കൂർ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന പറയുന്നു. അപ്പൊ ഇതിലേക്ക് നമ്മൾ അഡീഷണൽ ആയി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തൈര് വേണം. പിന്നെ അതിലേക്ക് നമ്മുടെ താല്പര്യം എന്താണ്, അതിനുള്ള ചിക്കൻ. ഈ മസാല ഇടുക, തൈര് ഒഴിക്കുക. ചിക്കന് മാത്രം ഉപയോഗപ്പെടുത്താൻ അല്ലല്ല, ബീഫും പറ്റും, ഫിഷും പറ്റും. എല്ലാത്തിനും മസാല കൂട്ടത്തിലുണ്ട്. അതൊക്കെ നമുക്ക് ടേസ്റ്റ് ആണ്. ചിലപ്പോൾ ഫിഷിന് ചില ആളുകൾക്ക് ടേസ്റ്റ് പറ്റില്ല. അപ്പൊ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യണത് ബീഫും ചിക്കനും ആണ്. അതാണ് കൂടുതൽ നമ്മള് ഇവിടെ കൂടുതലും അതാണ്. ഫിഷ് വളരെ റയർ ആയിട്ടാണ് ബിരിയാണി ആയിട്ട് ആളുകൾ കഴിക്കുന്നത്. അല്ല, ചോദിക്കട്ടെ, അടുത്ത കൽപ്പഞ്ചേരി ചന്തക്ക് നിങ്ങൾ ഉണ്ടാവും? നമ്മളിവിടെ ഉണ്ടാവും. നമ്മളെല്ലാ ഉണ്ടാവും. അപ്പൊ ഇനി ഇവിടെ നിങ്ങളെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും കൽപ്പഞ്ചേരി നാട്ടുചന്തയിൽ ഇനി അടുത്ത ചന്തകളിലൊക്കെ ഇവരെ സാന്നിധ്യം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. മാത്രമല്ല ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് കിട്ടും. നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. കൊറിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല? എന്റെ പേര് റൌഫ് എന്നാണ്. തിരൂർക്കാരനാണ്, പഴയൊരു പ്രവാസിയാണ്. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. ഓക്കെ. താങ്ക് യു.